എന്നെങ്കിലും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തും എവിടെയോ ഉള്ളിലൊരു സംഭവം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കാന്ന് അറിയില്ലേ, അതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അഫ്ലൽ കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, നമ്മൾ ആ സമയം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഓണർ അവരിങ്ങനെ പറയാണ് കല്യാണം ഉറച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഏതാ ഷിമ്മിട്ടിട്ട് പുറത്തിരിക്കുന്ന ആ കൊച്ചുകുട്ടിക്കോ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാണോ എന്നാണ് അവര് പോലും വിചാരിച്ചത്. എന്നിട്ട് അത്ത എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആളെ ഇങ്ങനെ ആരോ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നോക്കിയ സമയത്ത് ആള് സ്മോക്കൊന്നും ചെയ്യൂല, ഓക്കെ എൻ്റെ മോളുടെ ലൈഫ് ഭദ്രമായിരിക്കും, നന്നായി കെയർ ചെയ്യും അങ്ങനെയെന്നൊക്കെയാണ്. കാരണം അത്ത നന്നായിട്ട് സ്മോക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതന്വേഷിച്ചപ്പോ ഓക്കെ, ആള് ഗൾഫിലാണ്, ജോലി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല, നല്ലൊരു മനുഷ്യൻ, അതാണല്ലോ നമ്മുടെ മോളുടെ ഭാവിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം അങ്ങനെ കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് പേര് അബ്ദുൽ ഗഫൂർ. ഓക്കെ, അപ്പോ ഗൾഫിലായിരുന്നു ആള്. അതിന് ശേഷം കല്യാണം കഴിഞ്ഞ 60 ദിവസത്തിന് ശേഷം, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയം എണ്ണി വെക്കും, 1 2 3 ഇത്ര ദിവസമേ ആള് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എണ്ണുമല്ലോ. 63ാമത്തെ ദിവസം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്. പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ, അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത്. കാരണം നമ്മൾ അത്രയും അവിടെ സ്ട്രഗിൾ ചെയ്യും. കാരണം നമുക്ക് ആകെ അറിയുന്നത് നമ്മൾ ഇൻറ്റിമേറ്റ് ആയി, നമ്മൾ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു ഹസ്ബൻഡിനോടായിരിക്കും. വിവാഹം കഴിഞ്ഞ് 17 വയസ്സെന്ന് ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തില് നമ്മള് വേറൊരു വീട്ടില്, അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ അത്ത, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളമാര്, ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തികച്ചും ആരാണ് എന്താണ് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ്. ഒരുപാട് ഈ പ്രതീക്ഷകൾ എല്ലാവരും പറയുന്ന പോലെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു പെണ്ണിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങുക, നല്ല ആഭരണങ്ങളൊക്കെ കിട്ടും, പുതിയ ഡ്രസ്സ് കിട്ടും, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാൽ കുറെ ടൂറൊക്കെ പോവാം, ഇതൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ, കാണുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അതിനകത്ത് വേറൊരു സംഭവമാണ്, വേറൊരു ലോകമാണ്. പിന്നെ അങ്ങോട്ട് ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും നമ്മളിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. അതുവരെയും ഒരു കൊച്ചു കുട്ടിയായിട്ടിരുന്നാൽ നമ്മള് ആ വീട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുമോളാണ്. പിന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ ഏജ് എന്താണോ ആ ഏജാണ് നമ്മളെ അവര് കാണുന്നത്. പക്ഷെ നമുക്കതറിയില്ലല്ലോ. ചിലരൊക്കെ വന്നിട്ട് നമ്മളെക്കാളും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് അമ്മായി, ആന്റി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ വിളികൾ കേൾക്കല്ലേ. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല. ഈ ഹസ്ബൻഡ് വിട്ടു പോകുമ്പോ ആ വീട്ടില് നമ്മള് അവസ്ഥപ്പെടുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഈ ഭൂമിയിൽ. അത് ഈ വഴിയിലൂടെ കടന്നുപോയ പെൺകുട്ടികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് ജസ്റ്റ് സ്റ്റോറി, എന്താ ഇപ്പൊ ഇവളെന്തൊക്കെയാ പറയണെന്നുള്ളത് തോന്നാം. പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് അല്ലാതെ ഒരു മാനസികമായിട്ടും ഒറ്റപ്പെടല് അതായത് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ഇതല്ലല്ലോ. ഓക്കെ, അപ്പൊ അതിനുശേഷം അദ്ദേഹം അങ്ങനെ 63 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി, ജോലിക്കായിട്ട് ഗൾഫിലേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ട് കാത്തുനിന്ന്, അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്നാ ഒന്ന് പോവാ വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ 15 ദിവസം, അവിടെ 10 ദിവസം, അല്ലെങ്കിൽ ഇവിടെ 20 ദിവസം, അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ 20 ദിവസം നിൽക്കുക, 10 ദിവസം അമ്മയുടെ വീട്ടിൽ. ആ 20 ദിവസം ആവാൻ വേണ്ടിട്ട് ഓരോ ദിവസം ഇങ്ങനെ 1 2 3 എത്ര തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ സുഖമുണ്ടോ ഇല്ലേ, ഇവിടെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, സുഖമുണ്ടോ ഇല്ലേ, നമ്മുടെ വീടിന്റെ ആ ഒരു സ്വാതന്ത്ര്യമോ സമാധാനമോ ഒരിക്കലും നമുക്ക്, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ലോകം, അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തില്, മറിച്ച് വേറൊരു വീട്ടിലേക്ക് എങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാനെടുത്തൊരു തീരുമാനമുണ്ട്. എനിക്ക് ഫസ്റ്റ് പെൺകുട്ടി ജനിച്ചപ്പോ അവളുടെ വിവാഹത്തിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും ചിന്തിക്കൂല. ഞാൻ പറയും ഒരു പരിധി വരെ നീ എനിക്കിപ്പോ കെട്ടണം എന്ന് പറഞ്ഞു വന്നാലും ഞാൻ വിടൂല, നീ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം, മോളെ എപ്പോ കല്യാണം കഴിപ്പിക്കണം എന്നാണ് നിങ്ങൾ. ഞങ്ങൾ ഇന്നലെ ഫുള്ള് അതായിരുന്നു ചർച്ച. ഞങ്ങളുടെ അതായത് ചെക്കൻ മാത്രം സെറ്റ് ആയിട്ടില്ല, കല്യാണത്തിന്റെ എല്ലാ ചർച്ചകളും ഗുലാബി, മെഹന്തി എല്ലാം സെറ്റായി. എത്ര വയസ്സായി? ആകെ 16 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, കേൾക്കാനൊക്കെ നല്ല
സുഖാണ്. പക്ഷെ 24 വയസ്സായിട്ട് നമുക്ക് അത് ചിന്തിച്ചാ മതി. ആലോചിച്ചാ മതി. അത്രയും മതി. അത്രയും കാലം നീ സ്വാതന്ത്ര്യത്തോടെ ആരെയും പേടിക്കാതെ, ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയോ അല്ലെ എന്നെ എന്തെങ്കിലും ചെയ്യോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ്, മരുമോള് നല്ല മരുമോളാണ് എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം എന്താ പറയാ സ്വാതന്ത്ര്യം കളഞ്ഞിട്ട് ജീവിക്കാത്ത ഒരു അവസ്ഥ എനിക്ക് നിനക്ക് തരണം എന്ന് യാതൊരു നിർബന്ധവും. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും. അതുവരെ ഈ കിട്ടാം ഒരു പരീക്ഷണമാണ് വിവാഹം. ഭർത്താവ് എന്ന് പറഞ്ഞാലും ഒരു പരീക്ഷണമാണ്, നമ്മുടെ തലവരെയാണ് അല്ലേ. ശരിക്കും നമുക്ക് യോജിച്ച ഒരാളെ കിട്ടുമോ ഇല്ലയോ, അത് ലവ് മാരേജ് എത്രയോ എണ്ണം നമ്മൾ ഫെയിലിയർ ആയിട്ട് കാണുന്നു, അറേഞ്ച്ഡ് മാരേജും അതുപോലെ തന്നെ. എന്നാൽ ഇതിലൊക്കെ തന്നെ നല്ലതുമുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നത് നല്ലത് അനുഭവിക്കാനുള്ള യോഗമാണെങ്കിൽ നല്ല രീതിയിലേക്ക് വരും. അപ്പൊ ഞാൻ പറയാം അതൊരു പരീക്ഷണമാണ്. അപ്പൊ അതുവരെയും നിനക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അനുഭവിച്ച അത്രയും കാര്യങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരില്ല. സോ അത്രയും ഫ്രീഡം ആയിട്ട് നടന്നോളൂ. അതിനുശേഷം നമുക്ക് ചിന്തിക്കാന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ആള് അങ്ങനെ അദ്ദേഹം പോയി ഇങ്ങനെ 20 ദിവസം എണ്ണി കാത്തിരുന്ന് 10 ദിവസം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. ചില സമയം പനി വരാനൊക്കെ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോവാൻ, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോവാൻ. പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലേക്ക് പോകണല്ലോ, അങ്ങനെ ചിന്തിച്ച ദിവസങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അവനവന്റെ വീട്ടിലേക്ക് വരാൻ മറ്റുള്ളവരുടെ എന്തെങ്കിലും വേണം, കിട്ടിയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം വേണ്ട, മനസ്സിലായി എന്ന്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ആള് ഒരു 11 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. വരുന്ന തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് ലീവ് കിട്ടിയില്ല, ഞാൻ വരുന്നില്ല എന്നുള്ളത്. ഞാൻ ആ സമയം ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ബാത്റൂമിൽ പോയി, അതൊന്നും ആർക്കും അറിയില്ലേ, ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് ഒച്ചിട്ടിട്ട് കരഞ്ഞിട്ട് എൻ്റെ അത്താനെ വിളിച്ചു പറഞ്ഞു നാളെ വരില്ല എന്നാ പറയുന്നത്. എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് പറ്റൂല, എനിക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല, ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരും, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ അത്ത പറഞ്ഞു ഓക്കെ ശരി നീ കരയാതെ, നമുക്ക് ആലോചിക്കാം, നമുക്ക് എന്താ വേണ്ട തീരുമാനിക്കാം. അല്ലെങ്കിലും നിന്നെ ഗൾഫുകാരന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊന്നും എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞതല്ലേ, ആള് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോപ്പ് ഇട്ട് കൊടുക്കുക, അതാണല്ലോ നമ്മുടെ പ്ലാന്, അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത്ത അങ്ങനെ പറഞ്ഞിട്ട് അന്ന് സമാധാനിപ്പിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആള് വരുന്നുണ്ട്, വെറുതെ നമ്മളെ ഒന്ന് കളിപ്പിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. വന്ന എല്ലാം സെറ്റ് ആവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താ പറയാ പ്രോബ്ലംസിന്റെയും ഫിനാൻഷ്യലി ആയിട്ടുള്ള ബുദ്ധിമുട്ടിന്റെയും ഒരു വൻ കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ആളിപ്പോൾ ഗൾഫിലാണെങ്കിൽ പോലും എൻ്റെ കാര്യത്തിനൊന്നും അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് അമ്മയാണ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ചിലവിന്റെ കാര്യം നോക്കണ്ട. പക്ഷെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് പഠിക്കണം. ഈ 11 മാസത്തിന് ശേഷമാണ് വീണ്ടും പഠിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് പോസിബിൾ ആവോ, നടക്കോ, ഇവിടെ നിന്ന് പോകുന്നത് നടക്കുമോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, അതായത് അറബി കോളേജിലേക്ക് വീണ്ടും ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പം നടക്കും, എല്ലാ പണിയും ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, ആർക്കും ഒരു ബുദ്ധിമുട്ടും എൻ്റെ പഠനം കൊണ്ട് വരാത്ത രീതിയിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. കോളേജിലെ സാറൊക്കെ വിളിച്ച് സംസാരിച്ച് അവർ ഓക്കെ പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ക്ലാസ്സിൽ പോകുന്ന പോലെ, ബാക്കിയുള്ള ദിവസങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്ന പോലെ. അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അറബി കോളേജിൽ പോയിട്ട് വീണ്ടും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോളെ പ്രഗ്നൻ്റ് ആവുന്നത്. മോളെ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് പറ്റുന്ന പോലെ പോയി. എങ്ങനെ പോകുന്ന വെച്ചാൽ രാത്രി തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഫിനിഷ് ആക്കി വെക്കും. കാരണം എനിക്ക് നേരത്തെ ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ തലേ ദിവസം തന്നെ മാക്സിമം ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കിച്ചൺ കംപ്ലീറ്റ് നീറ്റ് ആക്കിയതിന് ശേഷം രാവിലെ എണീറ്റിട്ട് ആണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ടിഫിൻ അമ്മ റെഡിയാക്കി വെക്കും അവിടെ വീട്ടിൽ. കാരണം ഇവിടെ എനിക്ക് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. യാത്ര ചെയ്യാൻ 1.5 മണിക്കൂറോളം നമ്മൾ വണ്ടിയിൽ നിന്നിട്ട് വേണം പോവാനും വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ടിഫിൻ ആക്കി വാങ്ങിയിട്ട് വേഗം പോകും. വീട് അടുത്തടുത്തായിരുന്നോ? എൻ്റെ വീടും ഹസ്ബൻഡിന്റെ വീടും കുറച്ച് ഒരു 1 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. അതിനുശേഷം തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കായിട്ടുള്ള പണികൾ അവിടെ തന്നെ ഉണ്ടാവും. തുണി അലക്കിയതുണ്ടെങ്കിൽ ഉണക്കാനിടാനുണ്ടാവും, പാത്രം കഴുകാനുണ്ടാവും, വന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുക. അങ്ങനെ ആയിട്ടാണ് അറബി കോളേജിൽ. അത് ഒരുപാടൊന്നും നീണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ അത് വിട്ടു, നമുക്ക് നടക്കൂല എന്നുള്ളത് മനസ്സിലായിട്ട് അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു. മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്
അതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഉം, എന്താ പറയുക, വെയിറ്റ് എടുത്തിട്ടും അവിടെ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു സ്റ്റൈലാകുമ്പോൾ തന്നെ ഈ ടാങ്കൊക്കെ ഭയങ്കര, ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതൊന്ന് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ഓ ഈ പാത്രങ്ങളൊക്കെ കഴുകാനും വേണ്ടിയിട്ട്. അപ്പൊ അപ്പോൾ ഞാൻ വെയിറ്റ് എടുക്കുക. ഇതില് പോയിട്ട് ടാങ്കിന്റെ ഈ ഒരു മതിൽ എന്ന് പറയുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടാവും. ഇതിന്റെ അടുത്ത് പോയിട്ട് ഇതിനകത്തേക്ക് താഴ്ന്ന വെള്ളമായിരിക്കും. നമ്മളിത് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ കോരി എടുത്തിട്ട് വരുമ്പോഴേക്ക് വയറൊക്കെ ഇങ്ങനെ മുട്ടിയിട്ടിരിക്കും. അപ്പൊ അടുത്ത വീട്ടില് ഇരിക്കുന്നവർ പറയും അവിടെ ഒരു കുഞ്ഞു കുട്ടീണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇത് നോക്ക് ഇതുപോലെ ഒരു ജീവൻ തന്നെയാണ് നിന്റെ വയറ്റിലിരിക്കുന്നത്, നീ ഇങ്ങനെ കുനിഞ്ഞിത് എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ. അപ്പൊ ഞാൻ 17-ാം വയസ്സിലായിരുന്നു പാലക്കാടുള്ള സൽഹയുടെ വിവാഹം. ക്ലാസ്സിൽ നിന്ന് പിടിച്ചിറക്കി കല്യാണം കഴിപ്പിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് വിദേശത്തേക്കും പോയി. പഠിക്കണമെന്നും സ്വന്തമായി സമ്പാദിക്കണമെന്നും ഒക്കെ അവൾക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അനുവാദവുമില്ല. കുടുംബവും കുട്ടികളുമായി 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരാളായി മാറാൻ സൽഹ തയ്യാറായില്ല. 4 മക്കളുടെ അമ്മയായിട്ടും പിന്നെയും പഠനം തുടർന്നു. പിന്നീട് ഒരു കുഞ്ഞുകൂടി ജനിച്ചു. ഇന്ന് സിലു ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നു. 1 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 4 ചാനലുകളും ഉണ്ട്. സയൻസ് പഠിക്കണമെന്നായിരുന്നു സിലു ടോക്സിലെ സിലുവിന്റെ മോഹം. പക്ഷെ ഉപ്പ തന്നെ അറബിക് കോളേജിലാണ് ചേർത്തത്. ക്ലാസ്സിൽ നിന്ന് ഒരു ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് പിറ്റേന്ന് പെണ്ണു കാണാനായി വരുന്നുണ്ട്. കരച്ചിലൊന്നും വില പോയില്ല. ഒരു പെൺകുട്ടിയോടും ആരും ഇങ്ങനെ ചെയ്യരുതെന്ന് അവൾക്ക് തോന്നി. പെണ്ണു കാണൽ ചടങ്ങിന് ഒരു നോട്ടം കണ്ടിട്ടേയുള്ളൂ. പിന്നെ ആളെ കാണുന്നത് വിവാഹത്തിന്. 2 മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സിലു വീണ്ടും ഒറ്റയ്ക്കായി. 2 വർഷം കഴിഞ്ഞ് ഭർത്താവ് അബ്ദുൽ ഗഫൂർ വീട്ടിലെത്തിയപ്പോൾ, നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൾ വാശി പിടിച്ചു, ഇനി തിരിച്ചു പോകണ്ട. സ്വർണമൊക്കെ വിറ്റ് ഒരു കട തുടങ്ങി. വിവാഹത്തോടെ നിന്നുപോയ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ജോലിക്ക് വിട്ടില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കാണുമ്പോഴുള്ള സന്തോഷം കിട്ടുമല്ലോ. പക്ഷെ വീടിന് പുറത്തുപോയി പഠിക്കുന്നതിനോട് 2 വീട്ടിലും എതിർപ്പായിരുന്നു. ഭർത്താവിനെ സോപ്പിട്ട് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ്സിന് പോകാനുള്ള അനുവാദം വാങ്ങി. 7 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് 1-ാം വർഷ പരീക്ഷ എഴുതിയത്. പക്ഷെ 2-ാം വർഷം അത് നടന്നില്ല. എല്ലാ ദിവസവും ക്ലാസ്സിലെത്തണമെന്ന് പ്രിൻസിപ്പൽ നിർബന്ധം പിടിച്ചു. അതോടെ പഠനം നിന്നു. 2-ാമത്തെ കുഞ്ഞ് ജനിച്ചു. മകൻ. ആരോഗ്യ പ്രശ്നത്തോടെയാണ് അവൻ ജനിച്ചത്. എന്ത് കുടിച്ചാലും ഛർദ്ദിക്കും. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചെങ്കിലും രോഗം മാറിയത് ഒരു ഹോമിയോ ഡോക്ടറുടെ മരുന്ന് കഴിച്ചപ്പോഴാണ്. ആ ഡോക്ടറെ പോലെ ആകാൻ മോഹം തോന്നി. മെഡിസിന് ചേരണമെങ്കിൽ +2 സയൻസ് പഠിക്കണം. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഡോക്ടറായാൽ അതിൽ കാരുണ്യവും കൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഭർത്താവിന്റെ മനസ്സലിഞ്ഞു. അടുത്തുള്ള ട്യൂഷൻ അധ്യാപകനെ കണ്ട് എന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തി. അദ്ദേഹം എന്റെ സമയത്തിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ തയ്യാറായി. അങ്ങനെ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം തീർക്കും. മൂത്ത മകളെ LKGയിൽ ചേർത്തിരുന്നു. മകനെ എന്റെ വീട്ടിലാക്കി ക്ലാസ്സിലേക്ക് ഓടും. തിരിച്ചും വന്ന് വീട്ടിലെ ജോലികൾ, രാത്രിയിൽ പഠനം. റിസൾട്ട് വന്നു. 63% മാർക്കുണ്ടായിരുന്നു. ക്ഷമ, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് ഇത്രയുമുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാമെന്ന് അന്ന് പഠിച്ചു. പക്ഷെ ലാഭം ഉടൻ കിട്ടുമെന്ന് കരുതരുത്.